രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പ്രതിഷേധിക്കാനെന്ന പേരിൽ രാജ്ഭവനെ യുദ്ധക്കളമാക്കി ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ. പ്രതിഷേധ മാർച്ചിൽ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിയത് വ്യാപക അക്രമം. ബാരിക്കേഡ് തകർത്ത് രാജ്ഭവന്റെ കവാടത്തിലേക്ക് എത്താൻ ശ്രമിച്ച പ്രവർത്തകരെ തടയാൻ പോലും പോലീസിനായില്ല. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകനെ മറ്റു പ്രവർത്തകർ പോലീസ് വാഹനത്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയിട്ടും പോലീസ് കൈയും കെട്ടി നോക്കി നിന്നു. ടിൻഡു ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, സർവകലാശാലയിലെ ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്തിയതിലാണ് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ ഇതിനെതിരെയാണ് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പക്ഷേ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ പാളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവൻ ഗേറ്റിന് സമീപം വരെ പ്രവർത്തകർ എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പോലീസ് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരായതുകൊണ്ട് തന്നെ പലതിനും ഒരു മൗന അനുവാദം നൽകുന്ന സാഹചര്യം കൂടി ഉണ്ടായില്ലേ? രോഹിണി, തീർച്ചയായിട്ടും കഴിഞ്ഞ മണിക്കൂറുകളിൽ തിരുവനന്തപുരത്തിൻ്റെ രാജവീതിയിൽ നടന്നത് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കിരാതമായിട്ടുള്ള അക്രമ നടപടികളാണ്. കാരണം നമുക്കറിയാം, ഒരാഴ്ച മുമ്പാണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം വെച്ച് ABVP സംസ്ഥാന പ്രസിഡന്റ് ഈശ്വരപ്രസാദിനെ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ ഗുണ്ടകൾ ചേർന്ന് തല്ലിച്ചതച്ചത്. അന്ന് കൈകെട്ടി നിന്ന പോലീസ് അതുപോലെ തന്നെയാണ് ഇന്നും ഇത്തരത്തിൽ വൻ സുരക്ഷാ വീഴ്ച വന്നിട്ടും ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ ചെറുവിരലുകൾ അനക്കാനോ അല്ലെങ്കിൽ അവർക്ക് നേരെ രാത്രി പ്രയോഗിക്കാനോ കഴിയാതെ നിസ്സഹായനായി നോക്കി നിന്നത്. എസ്എഫ്ഐ പ്രവർത്തകർ മാനവീയം വീതിയിൽ നിന്നും രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ച് രാജ്ഭവൻ വെള്ളയമ്പലത്ത് വെച്ച പോലീസ് തടയുകയായിരുന്നു. പക്ഷേ ബാരിക്കേഡുകൾ ചാടിക്കടന്ന എസ്എഫ്ഐ പ്രവർത്തകർക്ക് രാജ്ഭവനിൻ്റെ അടുത്തേക്ക് കവാടത്തിനടുത്തേക്ക് പോകാൻ പിന്നീടുണ്ടായിരുന്നത് വെറും 20 മീറ്റർ ദൂരം മാത്രമാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടും ഇവർക്കെതിരെ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഇവരെ തടയാനോ പോലീസിന് കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നടന്നത് ഡിവൈഎഫ്ഐയുടെ മാർച്ചായിരുന്നു. ഡിവൈഎഫ്ഐയുടെ മാർച്ചിൽ നടന്നത് വ്യാപകമായിട്ടുള്ള അക്രമങ്ങളാണ്. കാരണം പോലീസിന് നേരെ നിരവധി തവണ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കല്ലും കമ്പുകളും മരക്കഷ്ണങ്ങളും എറിയുകയുണ്ടായി. അതിനുശേഷമാണ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ ഒഴിഞ്ഞുപോയില്ല. 2 തവണ മാത്രമാണ് ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനുശേഷം ഈ പ്രവർത്തകർ ബാരിക്കേഡുകൾ ചാടിക്കടക്കുകയായിരുന്നു. ചാടിക്കടന്നതിന് ശേഷം രാജ്ഭവൻ്റെ കവാടത്തിനടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. അവിടെ രാജ്ഭവൻ്റെ കവാടത്തിൻ്റെ തൊട്ട് പുറകിൽ വെച്ച പോലീസ് തടയുന്നു. ഒരു പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ വലിയ പോലീസ് വാഹനത്തിൽ ഇരുത്തിയിരിക്കുന്നത്. പക്ഷേ അയാളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രവർത്തകനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് മറ്റ് പ്രവർത്തകരും ഈ ബാരിക്കേഡുകൾ ചാടിക്കടന്ന് ഇപ്പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം ഈ പ്രവർത്തകരെ ഒരു ഘട്ടത്തിൽ പോലും ഇവരെ തടയാനോ അല്ലെങ്കിൽ പോലീസിന് ഇവർക്ക് നേരെ പ്രതിരോധം തീർക്കാനോ കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ABVP പ്രവർത്തകരെ തല്ലിച്ചതച്ചപ്പോൾ എങ്ങനെയാണ് പോലീസിന് നോക്കി നിൽക്കേണ്ടി വന്നത്, അത് തന്നെയാണ് ഇന്ന് രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിലും ഉണ്ടായെന്ന് പറയാൻ സാധിക്കും. വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് ഇടത് യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നാളെ തിരുവനന്തപുരത്ത് ജില്ലാ യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള SFI പ്രവർത്തകരുടെ മാർച്ച് രാജ്ഭവനിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്ഭവനെ സംബന്ധിച്ചിടത്തോളം അതീവ സുരക്ഷാ മേഖലയാണ്. കാരണം നമുക്കറിയാം, എന്ത് പ്രശ്നങ്ങൾ വന്നാലും രാജ്ഭവൻ അതിൻ്റേതായിട്ട് സുരക്ഷകൾ നൽകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയാണ്. സെക്രട്ടേറിയറ്റിലേക്കും നിയമസഭാ മന്ദിരത്തിലേക്ക്, എന്തിനു പറയുന്നു, തിരുവനന്തപുരം നഗരസഭയിലേക്ക് വരെ മാർച്ച് നടത്തുന്ന സമയത്ത് ഒരു പ്രവർത്തകനെ പോലും ഈ പ്രതിപക്ഷ യുവജന സംഘടനകൾ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളുടെ ഒരു പ്രവർത്തകരെ പോലും അവരുടെ ഒരു ചെരുപ്പ് കഷ്ണം പോലും അപ്പുറത്തേക്ക് എത്താൻ സമ്മതിക്കാത്ത പോലീസിനാണ് ഇന്ന് ഇവിടെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. 2 യുവജന സംഘടനകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകരുടെ 2 മാർച്ചിലും വ്യാപകമായിട്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു. രണ്ട് കൂട്ടരും
ബാരിക്കേഡുകൾ ചാടിക്കടന്ന് രാജ്ഭവന്റെ കവാടത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥയിലെ നീണ്ട നാളുകൾ എന്ന ഓർമ്മപ്പെടുത്തലിൽ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിൽ അതൊരു ഔദ്യോഗിക പരിപാടി പോലും അല്ലായിരുന്നു. ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ അവിടെ സംഘടിപ്പിച്ചിരുന്നു. ഗവർണർ വരുന്ന പരിപാടിയിൽ പോലും രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയത് വലിയൊരു വീഴ്ചയായിരുന്നു. ഈ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ ഈ വീഴ്ചകൾ നടപടി എന്നോണമാണ് രജിസ്ട്രാർക്കെതിരെ VC നടപടിയെടുക്കുന്നത്. ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ളൊരു ഒരു സുരക്ഷാ വീഴ്ച സംഭവിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക് കടന്നത്. പ്രതിഷേധം എന്ന പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നത് SFI DYFI പ്രവർത്തകരുടെ കിരാതവാഴ്ചയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. രോഹിണി. ശരി ടിൻഡു, എന്തായാലും രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പ്രതിഷേധിക്കാൻ എന്ന പേരിലാണ് രാജ്ഭവനെ യുദ്ധക്കളമാക്കിയത് DYFIയും SFI പ്രവർത്തകരും. അവരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു അവിടെ നടന്നത് എന്ന് മാത്രമല്ല, ഇത് പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.